ഹായ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് PSC കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പല PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരവും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു, മനുഷ്യ ശരീരത്തില് തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? മനുഷ്യ ശരീരത്തില് തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ഓക്കെ, ചെവിക്കുടയില്, കശേരുക്കൾക്കിടയില്, രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തില്. ഇതിൽ എവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഓക്കെ, എവിടെയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത് തരുണാസ്ഥികൾ? തരുണാസ്ഥികൾ മീൻസ് കാർട്ടിലേജ്. കാർട്ടിലേജ് കാണപ്പെടുന്നത് ചെവിക്കുടയിൽ കാർട്ടിലേജ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ചെവിക്കുടയിലുണ്ട്. അതുപോലെ തന്നെ കശേരുക്കൾക്കിടയിൽ, കശേരു മീൻസ് നമ്മൾ വെർട്ടിബ്രാസ് ഇല്ലേ, ഈ വെർട്ടിബ്രാസിന് ഇടയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ തരുണാസ്ഥികൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, ഓക്കെ, രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗം മീൻസ് ജോയിന്റിൽ നമുക്ക് കാർട്ടിലേജിനെ കാണാൻ സാധിക്കും. നേസൽ സെപ്റ്റത്തിൽ, ഓക്കെ, നമ്മൾ നേസൽ സെപ്റ്റത്തിലും എന്നിട്ട് കാർട്ടിലേജ് ഉണ്ട്. സോ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവിക്കൂട, കശേരുക്കൾക്കിടയിലുള്ള ഭാഗം, സന്ധികൾ, മൂക്കിലെ നേസൽ സെപ്റ്റം എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? തരുണാസ്ഥികൾ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ തരുണാസ്ഥികൾ അല്ലെങ്കിൽ ഈ കാർട്ടിലേജിന്റെ ഡ്യൂട്ടി അറിയാവോ? എന്തിനാണ് ഈ കാർട്ടിലേജ് നമ്മുടെ ശരീരത്തിൽ? കാർട്ടിലേജ് ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, ചെവിക്കുടയിലുണ്ട്, കശേരുക്കൾക്കിടയിലുണ്ട്, അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഈ കാർട്ടിലേജിന്റെ പ്രധാന ഡ്യൂട്ടി? എന്താ നമ്മുടെ ശരീരത്തിലെ എന്താണ് ഈ കാർട്ടിലേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കാർട്ടിലേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊരു ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രധാന ഡ്യൂട്ടി? എന്താണ്? ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്ന തരുണാസ്ഥിയാണ് നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, ശരീരത്തിലുടനീളം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന്റെ ആവശ്യാനുസരണം ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? തരുണാസ്ഥിയാണ്. ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ഈ തരുണാസ്ഥി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ തരുണാസ്ഥിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മൂന്ന് തരം തരുണാസ്ഥികളുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് തരം എന്ന് ചോദിച്ചാൽ, ഹൈലിന്, ഇലാസ്റ്റിക്, ഫൈബ്രോ. ഓക്കെ, ഇങ്ങനെ മൂന്ന് തരം തരുണാസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശരീരത്തിലുടനീളം ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? തരുണാസ്ഥി പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിയുടെ ധർമ്മമായിട്ട് പറയുന്നത്. ശരീരത്തിൽ പ്രധാനമായിട്ടും മൂന്ന് തരം തരുണാസ്ഥികളാണുള്ളത്. അതിൽ ഹൈലിൻ ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്, ഫൈബ്രോ ഉണ്ട്. ഈ ശരീരത്തില് ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് തരം ഉണ്ട്, ഹൈലിൻ കാർട്ടിലേജ് ഉണ്ട്, ഇലാസ്റ്റിക് കാർട്ടിലേജ് ഉണ്ട്, ഫൈബ്രോ കാർട്ടിലേജ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തില് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഏതാണ്? ഹൈലിൻ തരുണാസ്ഥിയാണ്. ഓക്കെ, എപ്പോഴും നമ്മുടെ ശരീരത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന തരുണാസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ എപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്ന തരുണാസ്ഥിയാണ് ഏതാണ്? ഹൈലിൻ തരുണാസ്ഥിയാണ്. ശരീരത്തിലെ ഏറ്റവും സാധാരണ തരുണാസ്ഥി. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും സാധാരണ തരുണാസ്ഥിയായിട്ട് കാണുന്നത് ഏതിനെയാണ്? ഈ ഹൈലിൻ കാർട്ടിലേജിനെയാണ്. ഇത് കാണപ്പെടുന്നത് ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ഹൈലിൻ കാർട്ടിലേജ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്ത്, വാരിയെല്ലുകൾക്ക് ഇടയില്, നാസികാദ്വാരങ്ങള്, നേസൽ സെപ്റ്റം, ഇവിടെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഏതാണ് നമ്മുടെ സാധാരണ തരുണാസ്ഥിയായിട്ടുള്ള ഹൈലിൻ തരുണാസ്ഥി കണ്ടുവരുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് ഹൈലിൻ തരുണാസ്ഥി കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണ് നമ്മുടെ ഏറ്റവും സാധാരണ തരുണാസ്ഥിയായിട്ടുള്ള ഇത് കണ്ടുവരുന്നത്? സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്ത്, വാരിയെല്ലുകൾക്കിടയില്, നാസികാദ്വാരങ്ങളില്, നേസൽ സെപ്റ്റത്തിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അസ്ഥികളുടെ അറ്റത്തുള്ള ഹൈലിൻ തരുണാസ്ഥിക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അതാണ് ആർട്ടിക്കുലാർ തരുണാസ്ഥി അഥവാ ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു അസ്ഥി, ഇപ്പൊ ഇതൊരു അസ്ഥിയാണെങ്കിൽ, ഇതിപ്പോ ഒരു അസ്ഥിയാന്ന് വിചാരിക്കാം. അപ്പൊ ഈ അസ്ഥിയുടെ അറ്റത്ത് എന്തുണ്ടാവും? ഒരു തരുണാസ്ഥി ഉണ്ടാവും. ഓക്കെ, ഈ അസ്ഥിയുടെ അറ്റത്ത് ഒരു തരുണാസ്ഥി ഉണ്ടാവും. ആ തരുണാസ്ഥിയെ വിളിക്കുന്ന പേരാണ് എന്താണ്? ആർട്ടിക്കുലാർ തരുണാസ്ഥി അഥവാ ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഹൈലിൻ കാർട്ടിലേജിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കുലാർ കാർട്ടിലേജിനെ കുറിച്ചും പറഞ്ഞു. ഇനി ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ള തരുണാസ്ഥിയാണ് ഇലാസ്റ്റിക് തരുണാസ്ഥി എന്ന് പറയുന്നത്.
നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ളത്, ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ള അഥവാ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർട്ടിലേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഓക്കെ, ഇലാസ്റ്റിക് തരുണാസ്ഥി അഥവാ ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഏതിനെയാണ്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ള അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസ്ഥികളെയാണ് എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് തരുണാസ്ഥികൾ അഥവാ ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ 3 ഭാഗങ്ങളിലാണ്. ഏതൊക്കെയാണ്? ബാഹ്യകർണം, യൂസ്റ്റേഷ്യൻ നാളി, ശ്വാസനാളം. ഈ 3 ഭാഗങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, ഇവ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ്? ഏത്? നമ്മുടെ ഇലാസ്റ്റിക് തരുണാസ്ഥി, ഓക്കെ, ഇലാസ്റ്റിക് കാർട്ടിലേജ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണുള്ളത്? ബാഹ്യകർണത്തിലുണ്ട്, ദെൻ അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ നാളിയിൽ, ദെൻ ശ്വാസനാളത്തിൽ. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഇലാസ്റ്റിക് കാർട്ടിലേജ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കാർട്ടിലേജിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈലിൻ കാർട്ടിലേജ് ഉണ്ട്, ഹൈലിൻ കാർട്ടിലേജിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ദെൻ ഇലാസ്റ്റിക് കാർട്ടിലേജ് ഉണ്ട്, ഇലാസ്റ്റിക് കാർട്ടിലേജിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. ദെൻ മൂന്നാമതൊരു കാർട്ടിലേജും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് മൂന്നാമത്തെ കാർട്ടിലേജ്? എന്താ മൂന്നാമത്തെ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി? എന്താണ് മൂന്നാമത്തെ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിയാണ് നമ്മുടെ ഫൈബ്രോ തരുണാസ്ഥി. ഓക്കെ, ഫൈബ്രോ തരുണാസ്ഥി അഥവാ ഫൈബ്രോ കാർട്ടിലേജ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കട്ടിയുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ച കടുപ്പമുള്ള തരുണാസ്ഥിയാണ് ഏത്? ഫൈബ്രോ തരുണാസ്ഥി അഥവാ ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏതാണ് നമ്മുടെ ഫൈബ്രോ കാർട്ടിലേജ്? ഏതാണ്? കട്ടിയുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ച കടുപ്പമുള്ള തരുണാസ്ഥിയാണ്. നമ്മുടെ കാൽമുട്ടിലെ മെനിസ്കസ്, നട്ടെല്ലിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകളില്, ശരീരത്തിലുടനീളമുള്ള പേശികളിലും ടെൻഡനുകളിലും ലിഗമെന്റുകളിലും ഒക്കെയാണ് ഏത് കണ്ടുവരുന്നത്? ഫൈബ്രോ തരുണാസ്ഥി കണ്ടുവരുന്നത്. അപ്പൊ തരുണാസ്ഥിയെ കുറിച്ചായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ ബേസ് തൊട്ട് ഞാൻ ഒന്നും കൂടെ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ് തരുണാസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ പറയുന്നേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം നമ്മുടെ ചെവിയുടെ ഇവിടെയൊക്കെയുള്ള നമുക്ക് മടക്കാനും തിരിക്കാനൊക്കെ കഴിയുന്ന അസ്ഥി. ഇതൊരു അസ്ഥിയാണല്ലോ, ചെവിക്കൂടയിലൊക്കെ ഉള്ളത് ഒരു അസ്ഥിയാണ്. സോ നമുക്ക് മടക്കാനും തിരിക്കാനും ഒക്കെ കഴിയുന്ന ഇത്തരം അസ്ഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചെവിക്കൂടയിൽ. ഇപ്പൊ ഓൾറെഡി ഞാൻ ചെവിയുടെ കാര്യം പറഞ്ഞല്ലോ. കശേരുക്കൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രാസിനിടയിൽ കാണാം. സന്ധികൾക്ക് നമ്മുടെ ജോയിന്റ്സിനിടയിൽ ഇത് കാണാൻ പറ്റും. ദെൻ മൂക്കിലെ നേസൽ സെപ്റ്റങ്ങളിലൊക്കെയാണ് തരുണാസ്ഥികൾ കാണാറുള്ളത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കാലൊക്കെ കടിച്ച് തിന്നുന്ന സമയത്ത് ചിക്കൻ കാലിന്റെ ടോപ്പിൽ ഒരു സാധനം ഉണ്ടാവാറുണ്ട് അല്ലെ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബോണായിട്ട്. ചില ആളുകളൊക്കെ അത് കഴിക്കാറുണ്ട്, എല്ലാവരും കഴിക്കാറുണ്ടോ എന്നറിയില്ല. ചില ആളുകൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ട് ആ സാധനം കഴിക്കാറുണ്ട്. അത് നമ്മുടെ ചിക്കനിൽ മാത്രമല്ല നമ്മുടെ മനുഷ്യരിലും ഉണ്ട്. അത്തരം ബോണുകളെയാണ് എന്ത് പറയുന്നത്? കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ തരുണാസ്ഥിയുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോക്ക് അബ്സോർബർ ആണ്. ഇത് ശരീരത്തിൽ 3 തരമുണ്ട്. ഹൈലിൻ ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്, ഫൈബ്രോ ഉണ്ട്. ഹൈലിൻ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്ത്, വാരിയലുകൾക്കിടയിൽ, നാസികാദ്വാരങ്ങളിൽ, നേസൽ സെപ്റ്റത്തിലൊക്കെയാണ് ഇത് കാണുന്നത്. ദെൻ അസ്ഥികളുടെ അറ്റത്തുള്ള ഹൈലിൻ തരുണാസ്ഥി ആർട്ടിക്കുലാർ തരുണാസ്ഥി അഥവാ ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പറഞ്ഞത് ഇലാസ്റ്റിക് തരുണാസ്ഥിയെ കുറിച്ചാണ്. ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ള തരുണാസ്ഥിയാണ്. ഇത് കാണപ്പെടുന്ന ബാഹ്യകർണത്തിൽ, നമ്മൾ പറഞ്ഞത് ചെവിയിൽ, യൂസ്റ്റേഷ്യൻ നാളിയിൽ, ശ്വാസനാളത്തിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ ഫൈബ്രോ തരുണാസ്ഥിയാണ് പറഞ്ഞത്. കട്ടിയുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ച കടുപ്പമുള്ള തരുണാസ്ഥിയാണത്. ഇത് കാണപ്പെടുന്ന കാൽമുട്ടിലെ മെനിസ്കസ്, നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ, ദെൻ അതുപോലെ തന്നെ ശരീരത്തിലുടനീളമുള്ള പേശികളിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ പിടിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? ഇത് മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു ചതി എന്താണെന്നറിയോ? എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് എന്ന് കാണുമ്പോഴേക്ക് ആൻസർ പോയി മാർക്ക് ചെയ്യും. അപ്പുറത്ത് ആവശ്യമുള്ള ഘടകം ഏതാണോ ആവശ്യമില്ലാത്ത ഘടകം ഏതാണ് എന്ന് നോക്കൂല. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് എന്ന് കാണേണ്ട താമസം കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് മാർക്ക് കളയും. എപ്പോഴും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്. ഇതിൽ ഏതാണ് ആവശ്യമില്ലാത്ത ഘടകമായിട്ട് പറയുന്നത്? ഏതാണ്? ഇരുമ്പാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആരുടെ ആവശ്യം വരുന്നില്ല? ഇരുമ്പിന്റെ ആവശ്യം വരുന്നില്ല. ബാക്കി കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഒക്കെ ആവശ്യമാണ് ഇതിന് വേണ്ടത്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിൽ കാൽസ്യവും ഫോസ്ഫറസും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എല്ലുകളിലും പല്ലുകളിലുമാണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ ആണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇരുമ്പ് നമുക്ക് വേണം, ഇരുമ്പ് നമുക്ക് വേണ്ട എന്നല്ല, ഇരുമ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. പക്ഷെ
എന്തിനാണ് ഇരുമ്പിന്റെ ആവശ്യം? ഇരുമ്പിന്റെ ആവശ്യം വരുന്നത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനാണ് ഇരുമ്പിന്റെ ആവശ്യം വരുന്നത്. നമ്മുടെ ഭക്ഷണത്തിലൂടെയാണല്ലോ അല്ലെ നമ്മൾ സാധാരണഗതിയിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഭക്ഷണത്തിലൂടെയാണ്. വേറെ സപ്ലിമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അത് മാറ്റി നിർത്താം. സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ ഇതൊക്കെ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ദിവസം 100 മില്ലിഗ്രാമിന് മുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഏതൊക്കെയാണെന്ന് അറിയാം? ഭക്ഷണത്തിൽ ആവശ്യമുള്ള, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ധാതുക്കളാണ് ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം എന്നിവയാണ്. ഓക്കെ, ദിവസേന 100 മില്ലിഗ്രാമിന് മുകളിൽ നമുക്ക് ആവശ്യമുള്ളത്, ഭക്ഷണത്തിലൂടെ നമുക്ക് 100 മില്ലിഗ്രാമിന് മുകളിൽ ആവശ്യമുള്ളവയാണ് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം എന്നിവയാണ് 100 മില്ലിഗ്രാമിൽ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ ഈ ട്രേസ് ധാതുക്കൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലൈക്ക് 100 മില്ലിഗ്രാമിന് താഴെ മതി. ഏതൊക്കെയാണ് 100 മില്ലിഗ്രാമിന് താഴെ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള ധാതുക്കളാണ്? ഏതൊക്കെയാണ്? ഇരുമ്പ്, മോളിബ്ഡനം, സിങ്ക്, സെലീനിയം, ഫ്ലൂറിൻ, കോഫർ, മാംഗനീസ്, അയഡിൻ, കൊബാൾട്ട്, ക്രോമിയം ഒക്കെയാണ് നമുക്ക് ഒരു 100 ഗ്രാമിന് താഴെ വേണ്ടത്. ഓക്കെ, 100 ഗ്രാം അല്ല, 100 മില്ലിഗ്രാം കേട്ടോ. 100 മില്ലിഗ്രാമിന് താഴെയായിട്ട് വേണ്ടതാണ് ഏതൊക്കെയാണ്? ഇരുമ്പ്, മോളിബ്ഡനം, സിങ്ക്, സെലീനിയം, ഫ്ലൂറിൻ, കോപ്പർ, മാംഗനീസ്, അയഡിൻ, കൊബാൾട്ട്, ക്രോമിയം ഒക്കെ 100 മില്ലിഗ്രാമിന് താഴെയായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വരുന്ന കാൽസ്യത്തിന്റെ മേജർ പോർഷനും പോകുന്നത് നമ്മുടെ എല്ലുകളിലേക്കും പല്ലുകളിലേക്കുമാണ്. ബാക്കിയുള്ളത് പോകുന്നത് മൃദുവായ കോശങ്ങളിലേക്കും രക്തത്തിലേക്കുമാണ്. സോ മേജർ പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന കാൽസ്യത്തിന്റെ എത്ര ശതമാനം എല്ലുകളിലേക്കും പല്ലുകളിലേക്കും പോകുന്നുണ്ട് എന്നറിയോ? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന കാൽസ്യത്തിന്റെ എത്ര ശതമാനം എല്ലുകളിലേക്കും പല്ലുകളിലേക്കും പോകുന്നുണ്ട്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എത്ര ശതമാനം എല്ലുകളിലേക്കും പല്ലുകളിലേക്കും പോകുന്നുണ്ടെന്ന്? നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന കാൽസ്യത്തിന്റെ 99%, കുറച്ചൊന്നല്ല. ഓക്കെ, നമുക്ക് കിട്ടുന്നതിന്റെ 99% എല്ലുകളിലും പല്ലുകളിലും പോകും. ബാക്കി 1% മൃദുവായ കോശങ്ങളിലും രക്തത്തിലേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ എപ്പോഴും ഓർമ്മ വേണം, കാൽസ്യത്തിന്റെ 99%, നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന കാൽസ്യത്തിന്റെ 99% എല്ലുകളിലും പല്ലുകളിലുമാണ് പോകുന്നത്. ബാക്കി 1% മാത്രമാണ് മൃദുവായ കോശങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മളിപ്പോ കാൽസ്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, കാൽസ്യം വിതരണമാണ് പറയുന്നത്. എന്തൊക്കെയാണ് കാൽസ്യത്തിന്റെ ധർമ്മങ്ങൾ വരുന്നത്? എന്തൊക്കെയാണ് കാൽസ്യത്തിന്റെ ഫംഗ്ഷൻ? ചുമ്മാ അല്ലല്ലോ, കാൽസ്യം നമുക്ക് വേണമല്ലോ, കാൽസ്യത്തിനെ കൊണ്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താണ് കാൽസ്യത്തിന്റെ ഡ്യൂട്ടി എന്ന്? നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഈ കാൽസ്യത്തിന് കുറച്ച് ഡ്യൂട്ടി ഒക്കെ ചെയ്യാണ്ട്, ചുമ്മാ വരുമൊന്നുമല്ല. അവർക്ക് കൃത്യമായ ഡ്യൂട്ടി ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് കാൽസ്യത്തിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ വർക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ? ഒന്ന്, പേശി സങ്കോചങ്ങൾക്ക് അഥവാ ഹൃദയമിടിപ്പിനുൾപ്പെടെ ഇത് സഹായിക്കുന്നുണ്ട്. 2, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. 3, നാഡി ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ കാൽസ്യം ആവശ്യമാണ്. 4, കോശസ്തരങ്ങളുടെ പ്രവേശനക്ഷമത നിലനിർത്തുവാനും ആവശ്യമാണ്? കാൽസ്യത്തിന് ആവശ്യമാണ്. അപ്പൊ കാൽസ്യത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കാൽസ്യത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ പേശി സങ്കോചങ്ങൾ അഥവാ ഹൃദയമിടിപ്പിനടക്കം ഇത് സഹായിക്കുന്നുണ്ട്. 2, രക്തം കട്ട പിടിക്കുന്നതിന് കാൽസ്യം സഹായിക്കുന്നുണ്ട്. 3, നാഡി ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യുവാൻ ആവശ്യമാണ്? കാൽസ്യം ആവശ്യമാണ്. 4, കോശസ്തരങ്ങളുടെ പ്രവേശനക്ഷമത നിലനിർത്തുവാനും ആവശ്യമാണ്? കാൽസ്യത്തെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാൽസ്യം കൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുണ്ട്. കാൽസ്യത്തിന്റെ എന്താ പറയാ ഡെഫിസിറ്റ് കാരണം അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് കാരണം ഉണ്ടാകുന്ന കുറച്ച് അപര്യാപ്തത രോഗങ്ങളാണ് ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ടെറ്റനി. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ടെറ്റനി എന്നിവ. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എല്ലുകൾ അസാധാരണമായിട്ട് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് ചോദിച്ചാൽ എല്ലുകൾ അസാധാരണമായിട്ട് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ്. അപ്പൊ എന്താണ് ഓസ്റ്റിയോമലേഷ്യ? എന്താണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ ഗുണമേന്മ കുറയുന്ന അവസ്ഥയാണ്. അളവിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതായത് എല്ല് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും, പക്ഷെ എല്ലുകളുടെ ഗുണമേന്മയൊന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചങ്ങ് പൊട്ടിപ്പോവും. ഓക്കെ, ഇങ്ങനെ സ്പോഞ്ച് പോലെയൊക്കെ ആയിപ്പോവും. അതാണ് ഏത്? ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ ടെറ്റനി. എന്താണ് ടെറ്റനി? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ആവശ്യത്തിലും കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏതാണ്? ടെറ്റനി എന്ന് പറയുന്നത്. അപ്പൊ കാൽസ്യത്തിന്റെ അപര്യാപ്തത രോഗങ്ങളാണ് ഓസ്റ്റിയോപോറോസിസ്. എല്ലുകൾ അസാധാരണമായിട്ട് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്നു. ഓസ്റ്റിയോമലേഷ്യ എല്ലുകളുടെ ഗുണമേന്മ കുറയുന്ന അവസ്ഥ, അളവിൽ വ്യത്യാസമില്ല. ദെൻ അതുപോലെ തന്നെ ടെറ്റനി, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ആവശ്യത്തിലും കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ടെറ്റനി. ഓക്കെ, ദെൻ ഇനിയിപ്പോ ഇരുമ്പിന്റെ കാര്യമാണ്. കാൽസ്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു 99:1 എന്ന് പറഞ്ഞു. ഇനി ഇരുമ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത് എവിടെയാണ് എന്നറിയോ? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത് എവിടെയാണ്? ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത് ചുവന്ന രക്താണുക്കളിലാണ്. ഓക്കെ, ഇരുമ്പിന്റെ 90%. ഓക്കെ, ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത് എവിടെയാണ്? ചുവന്ന രക്താണുക്കളിലാണ്. മറക്കണ്ട കേട്ടോ, ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത് എവിടെയാണ്? ചുവന്ന രക്താണുക്കളിലാണ് ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത്. ദെൻ ഹീമോഗ്ലോബിനില് ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിനില് ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഭാഗം, ഹീമോഗ്ലോബിനില് ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഹീം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ്, ആ ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഓക്കെ ആണോ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നതിൽ ഒരു 100 ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു 65-70 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും അടുത്ത എക്സാമിന് നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു 10th, അതായത് 7th, 10th, 12th ലെവൽ എക്സാമുകൾക്ക് ഇതിലൊരു 70% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. സോ മിസ്സാക്കല്ലേ, ഞാൻ വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയുണ്ട്, വർണ്ണാന്തതയുണ്ട്, ഗ്ലോക്കോമയുണ്ട്, തിമിരണ്ട്. ഇതിൽ ഏതാണ് ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? എല്ലാവർക്കും അറിയാം ഏതാണ്? നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ, ജീവകം എയുടെ അഭാവം കണ്ണുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. നിശാന്തത ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു എന്താ പറയാ, ഈ വൈറ്റമിൻ എ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റമിൻ സി ആയിക്കോട്ടെ, വൈറ്റമിൻ ഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, വൈറ്റമിൻ ഡെഫിഷ്യൻസി രോഗങ്ങൾ PSC യുടെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി രോഗങ്ങൾ വെച്ചിട്ട് PSC ചിലപ്പോൾ ആറാടാറുണ്ട് അല്ലെ? ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി PSC, പ്രത്യേകിച്ച് LGS 10th മെയിൻസ് പരീക്ഷകൾക്കൊക്കെ PSC അത് വെച്ച് കളിക്കാറുണ്ട്. സോ പ്രധാനപ്പെട്ട വൈറ്റമിൻ ഡെഫിഷ്യൻസി രോഗങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് നിശാന്തത ഓൾറെഡി നമ്മൾ പഠിച്ചു, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഈ നിശാന്തതയെ കൂടാതെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം മറ്റേതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം? ഓക്കെ, നിശാന്തത ഏതായാലും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. ദെൻ നിശാന്തത കൂടാതെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങളാണ് സീറോഫ്താൽമിയ, കെരാറ്റോമലേഷ്യ, കേട്ടിട്ടുണ്ടാവും അല്ലെ? സീറോഫ്താൽമിയും കെരാറ്റോമലേഷ്യ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ദെൻ ബൈറ്റോട്ട് സ്പോട്ടുകൾ കേട്ടിട്ടുണ്ടാവും, ബൈറ്റോട്ട് സ്പോട്ടുകൾ. ദെൻ ഫ്രൈനോഡെർമ കേട്ടിട്ടുണ്ടോ? ഫ്രൈനോഡെർമ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ ബൈറ്റോട്ട് സ്പോട്ടുകളും ഫ്രൈനോഡെർമയും ഒക്കെ മിക്ക ആളുകൾക്കും, എല്ലാവർക്കും നല്ല കേട്ടോ, ഇതൊക്കെ പഠിച്ചവരുണ്ടാവും, എന്നാലും മിക്ക ആളുകൾക്കും ഈ രണ്ട് സാധനം, അവസാനം പറഞ്ഞ രണ്ട് സാധനം ഒരു പുതുമയുള്ളതായിരിക്കും. പക്ഷെ സീറോഫ്താൽമിയും കെരാറ്റോമലേസിയും അതുപോലെ തന്നെ നിശാന്തതയൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല സംഭവം. ഓക്കെ, എനിവേ എന്താണ് സീറോഫ്താൽമിയ? സീറോഫ്താൽമിയ എന്താണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. എന്താണ്? കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥികൾ വറ്റുന്ന അവസ്ഥയാണ്. എന്താണ് സീറോഫ്താൽമിയ എന്ന് ചോദിച്ചു
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറക്കേണ്ട കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥികൾ വറ്റുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് സീറോഫ്താൽമിയ. ഓക്കെ, ദെൻ കെരാറ്റോമലേസിയ അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ്, കോർണിയ മൃദുവാകുന്ന അവസ്ഥയാണ്. ഓക്കെ, ഏതാണ് കെരാറ്റോമലേസിയ എന്ന് പറയുന്നത്, എന്താണ്, കോർണിയ മൃദുവാകുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, കെരാറ്റോമലേസിയ. കെരാറ്റോമലേസിയ എന്ന് പറയുന്നത് എന്താണ്, കോർണിയ മൃദുവാകുന്ന അവസ്ഥയാണ് കെരാറ്റോമലേസിയ. ദെൻ ബൈറ്റോട്ട് സ്പോട്ടുകൾ. എന്താണ് ബൈറ്റോട്ട് സ്പോട്ടുകൾ, കണ്ണിലെ വെളുത്ത ഭാഗത്ത് കലകൾ ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഈ കണ്ണിലെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, ഈ വെളുത്ത ഭാഗത്ത് ഓരോ കലകൾ ഉണ്ടാകുന്നത് ബൈറ്റോട്ട് സ്പോട്ടുകൾ, അതും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ദെൻ ഫ്രൈനോഡെർമ, എന്താണ്, ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, ഫ്രൈനോഡെർമ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഇത് സ്കിന്ന് റിലേറ്റഡ് ആണ് കേട്ടോ, കണ്ണല്ല, സ്കിന്ന് റിലേറ്റഡ് ആണ്. ഏതാണ്, ഫ്രൈനോഡെർമ, ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് സീറോഫ്താൽമിയ, കണ്ണിനെ ബാധിക്കുന്നു, കെരാറ്റോമലേസിയ, ബൈറ്റോട്ട് സ്പോട്ടുകൾ, ദെൻ ഫ്രൈനോഡെർമ എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓക്കെ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ഏതാണ്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമല്ല, മുതിർന്നവരിൽ ഉണ്ടാകുക. അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചാടിക്കേറി ഉത്തരം പറയുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഓപ്ഷൻ നോക്കണം, അല്ലെങ്കിൽ കുട്ടികളിലാണോ മുതിർന്നവരിലാണോ എന്ന് ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ഓപ്ഷൻ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്നത് ഏത്, മുതിർന്നവരിൽ ഉണ്ടാകുന്ന രണ്ട് ഓപ്ഷനിൽ വരാൻ ചാൻസ് ഇല്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടാണ്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് ഏത്, മുതിർന്നവരിൽ ഉണ്ടാകുന്നത് ഏതെന്ന് സ്പെസിഫൈ ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയും. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. അങ്ങനെയാണെങ്കിൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഏതാ? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നു, മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകുന്നു. ഇനി വൈറ്റമിൻ ഇ ആണോ? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, വന്ധ്യത ഉണ്ടാവുന്നുണ്ട് അല്ലെ, വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി, അതുപോലെ തന്നെ ഹീമോലൈറ്റിക് അനീമിയ അതും ഉണ്ടാവും. ഓക്കെ, വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യതയും അതുപോലെ തന്നെ ഹീമോലൈറ്റിക് അനീമിയയും വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ഇനി വൈറ്റമിൻ കെ ആണെങ്കിലോ? വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ആക്ച്വലി PSCയുടെ ഉത്തരസൂചികയിൽ എപ്പോഴും ഹീമോഫീലിയ എന്ന് കാണാൻ പറ്റും. PSCക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാം, പക്ഷെ ശരിക്കും ഹീമോഫീലിയ അല്ല. ഹീമോഫീലിയ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി രോഗമല്ല, അത് വേറെ ബ്ലഡ് ഫാക്ടേഴ്സിന്റെ ഒക്കെ മിസ്സിങ് കാരണം ഉണ്ടാവുന്ന രോഗമാണ്. PSCക്ക് ഹീമോഫീലിയ ആയതുകൊണ്ട് നമുക്ക് പഠിക്കാം. വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി സത്യത്തിൽ രക്തസ്രാവമാണ്. ഓക്കെ, ഹീമോഫീലിയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ PSC ഹീമോഫീലിയ ആയതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ് റിക്കറ്റ്സ് അഥവാ കണ, അതുപോലെ തന്നെ ഓസ്റ്റിയോമലേഷ്യ. അതിൽ റിക്കറ്റ്സ് ആരിലാണ്? കുട്ടികളിലാണ് ഉണ്ടാവുന്നത്. ദെൻ ഓസ്റ്റിയോമലേഷ്യ ആരിലാണ്? അഡൽട്സിലാണ്. ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാവുന്ന അഡൽട്സിലാണ്. ദെൻ ജീവകം ഇയുടെ ഡെഫിഷ്യൻസി മൂലമാണ് വന്ധ്യതയും അതുപോലെ തന്നെ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാവുന്നത്. ഓക്കെ, വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലമാണ് വന്ധ്യത, അതുപോലെ തന്നെ ഹീമോലൈറ്റിക് അനീമിയ. ദെൻ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഹീമോഫീലിയയും അതുപോലെ തന്നെ ഹീമോഫീലിയ, അതായത് PSC ഉത്തരസൂചിക പ്രകാരം ഹീമോഫീലിയ ഉണ്ടാവുന്നത് ഏതിന്റെയാണ്? വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. ഇനി നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സിലേക്ക് പോകാം. വൈറ്റമിൻ ബി കോംപ്ലക്സിലേക്ക് പോകുന്ന സമയത്ത് വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാണ്? അതാണ് ബെറി എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? ബെറി എന്നാണ് ആ രോഗം അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ്? ബെറി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇൻഫൻട്രി ഡ്രൈവറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബെറിയാണ് വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത്. അപ്പൊ വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ഏതാണ്?
വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി മൂലം. വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് സ്റ്റോമാറ്റൈറ്റിഡ്, അതുപോലെ തന്നെ ഗ്ലോസ്റ്റിസ്, നോർമോസൈറ്റിക് അനീമിയ. ഈ കണ്ടീഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി മൂലം, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ബെറിബറി. ഓക്കെ, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബറി ആണ് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. ദെൻ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി മൂലമാണ് ഏതാണ്? ആംഗുലാർ സ്റ്റോമാറ്റൈറ്റിസ്, then ഗ്ലോസിറ്റിസ്, then അതുപോലെ തന്നെ നോർമോസൈറ്റിക് അനീമിയ. ഇതൊക്കെ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി. ഓക്കെ, വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ദെൻ വൈറ്റമിൻ B3 നമുക്കറിയാം ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് തന്നെ എന്ത് പേരിലാണ്? ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ B3 അറിയപ്പെടുന്നത്. സോ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ്? പെല്ലഗ്രയ. വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ B6 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ B6 പറയാമോ? വൈറ്റമിൻ B6 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ? ഓക്കെ, വൈറ്റമിൻ B6 അപര്യാപ്തത മൂലം, വൈറ്റമിൻ B6 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതാണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയും അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസും. ഇത് രണ്ടും ഉണ്ടാവാറുണ്ട്. ഏതിന്റെയാണ്? വൈറ്റമിൻ B6 അപര്യാപ്തത മൂലം. ഓക്കെ, വൈറ്റമിൻ B6 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസ്. ഇനി അതുപോലെ തന്നെ വൈറ്റമിൻ B9 ആണെങ്കിലോ? വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് വൈറ്റമിൻ B9 വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ദെൻ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമാണ് ഏതുണ്ടാകുന്നത്? പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്. സോ ഈ ഡെഫിഷ്യൻസി രോഗങ്ങളൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. ഓക്കെ, ദെൻ പിന്നെ അതിന് പുറമെ സീറോഫ്താൽമിയ, കെരാറ്റോമലേസിയ, ബൈറ്റോട്ട് സ്പോട്ടുകൾ, ദെൻ ഫ്രൈനോഡെർമ എന്നിവയൊക്കെ. ദെൻ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാവുന്നത്. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലമാണ് വന്ധ്യത, ഹീമോലൈറ്റിക് അനീമിയ. ജീവകം കെയുടെ ഡെഫിഷ്യൻസിയാണ് ഹീമോഫീലിയ, PSC ഉത്തരസൂചിക പ്രകാരം. ദെൻ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ്? സ്കർവി, നാവികരുടെ പ്ലാഗ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസിയാണ് ബെറിബറി. വൈറ്റമിൻ B2 ആംഗുലർ സോമാറ്റൈറ്റിസ്, ഗ്ലോസ്റ്റിസ്, ദെൻ അതുപോലെ തന്നെ നോർമോസൈറ്റിക് അനീമിയ. വൈറ്റമിൻ B3 ഡെഫിഷ്യൻസിയാണ് പെല്ലഗ്ര. വൈറ്റമിൻ B6 മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയും ഡെർമറ്റൈറ്റിസും. വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമാണ് പെർനീഷ്യസ് അനീമിയ. ദെൻ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു PYQ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന. ക്ലിയർ ആണല്ലോ? നമ്മൾ PYQന്റെ എണ്ണം കൂട്ടുക എന്നതിലുപരി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ ഒരു സെഷനിൽ ഉണ്ട് കേട്ടോ. നമുക്ക് PYQ മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരൊറ്റ സെഷനിൽ ചുരുങ്ങിയത് 30-40 PYQ പറയാം. പക്ഷെ അങ്ങനെയല്ല, PYQ പ്ലസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇനി പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ആഡ് ചെയ്ത്. ഇതെല്ലാം കൂടെ ഒരു 10-45 ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ എണ്ണിയിട്ടില്ല, കണക്റ്റഡ് ഫാക്ട് എല്ലാം കൂടെ. സോ ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. PYQ വെച്ചിട്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഇതെന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.